9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. An object is moving along a straight line. It starts with an initial speed of u meter per second and its speed increases at a rate of a meter per second square. Using the data given below, calculate the initial speed u and the rate of increase of speed a. If second u after t second is related, v equal to u plus at and speed v equal to 24 meter per second at t equal to 6 second, speed v equal to 36 meter per second at t equal to 10 second. നമ്മൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ യു പ്ലസ് എ ടി നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യും. യു പ്ലസ് 6 എ ഈക്വൽ 24, യു പ്ലസ് 10 എ ഈക്വൽ ടു 36. രണ്ടിൻ്റെയും യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. സെക്കൻഡ് ഇക്വേഷൻ വലുതാണ്. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നത് നമുക്ക് 4a ഈക്വൽ ടു 12 കിട്ടും. എ ഈക്വൽ ടു 12/4 ഈക്വൽ ടു 3. എ ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 യു പ്ലസ് 18. അതായത് ഇവിടെ നമുക്ക് എ ഈക്വൽ ടു 3 ആണ് കിട്ടുക. അപ്പോൾ 6 ഇൻറ്റു 3 എന്ന് പറയുമ്പം 18 ഈക്വൽ ടു 24. യു ഈക്വൽ ടു 24 മൈനസ് 18 ഈക്വൽ ടു 6. ഫൈൻഡ് യു ആൻഡ് എ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. സി ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ സ്പീഡ് ആഫ്റ്റർ 12 സെക്കൻഡ്. നമ്മുടെ യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്ത സെക്കൻഡ് എന്നുള്ളത്, അതായത് ടൈം മാറ്റിയിട്ട് ടി എന്നിട്ട് കൊടുത്താൽ മതി. ഇവിടെ യു പ്ലസ് എ ടി, യു എന്നുള്ള വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 6 എന്ന് പറഞ്ഞിട്ട്. എ നമുക്ക് കിട്ടിയിട്ടുണ്ട് എ 3 ആണ്. 3 ഇൻറ്റു 12 നമുക്കത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 42 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ എ ബി സി പി ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ ബി ആൻഡ് ക്യൂ ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് എ സി. In triangle BOC, R is the midpoint of OC and S is the midpoint of OB. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി സി 12 ആണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ലൈൻ എസ് ആറും ബി സിയും പി ക്യൂം പാരലൽ ലൈൻസ് ആണ്. എസ് ആറ് പി ക്യൂ പാരലൽ ലൈൻസ്, കാരണം ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ബി സിയുടെ ഹാഫാണ് ഏതുണ്ടാവുക, എസ് ആർ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ബി സി ഈക്വൽ ടു 12, വാട്ട് ഈസ് പി ക്യൂ. അപ്പോൾ ബി സിയും പി ക്യൂം പാരലൽ ആയതുകൊണ്ട് ബി സിയുടെ ഹാഫ് പി ക്യൂ ഉണ്ടാവും 6. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഏതും വന്നിട്ടുണ്ടാവുക, എസ് ആറും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതും 6. അതായത് എസ് ആർ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി സി ആണ്, പി ക്യൂ എന്ന് പറഞ്ഞാലും ഹാഫ് ബി സി ആണ്. അപ്പോൾ ഇത് രണ്ടും 6 കിട്ടും. പിന്നെ ഒ എ ഈക്വൽ ടു 8. ഒ എ എന്ന് പറയുന്നത് 8 ആണ്. ഒ എ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ളത് ഈ ലൈൻ 8 ആണ്. അപ്പോൾ ഈ ലൈനും പാരലലാണ്. അപ്പോൾ ഒ എ 8 ആകുമ്പം ഒ ആറും പി എസും ഇതും പാരലലായിരിക്കും. അപ്പോൾ ഈ രണ്ട് ലൈനും 4 ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതൊരു പാരലോഗ്രാം ആണെന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെക്റ്റാങ്കിൾ ഇൻ ദ ഗിവൺ ഫിഗർ. നോക്കിയിട്ട് അവിടെ കുറച്ച് ഏരിയാസ് തന്നിട്ടുണ്ട്, നമുക്ക് സൈഡ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തത് എക്സ് വൈ ആണ്. പിന്നെ എന്ത് ചെയ്തു, എക്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, വൈ കുറച്ചിട്ടുണ്ട്. അങ്ങനെ എക്സ് പ്ലസ് 4ഉം വൈ മൈനസ് 3ഉം ആയി. അടുത്ത പിക്ചറിൽ എക്സ് പ്ലസ് 8ഉം വൈ മൈനസ് 4ഉം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോം ദ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. റൈറ്റ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഇൻ ദ മിഡിൽ. അതായത് ഇതിൻ്റെ സൈഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് 4 കണ്ടാൽ മതി. വൈ കിട്ടിക്കഴിഞ്ഞാൽ വൈൻ്റെ അകത്ത് 3 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ മിഡിൽ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റെക്റ്റാങ്കിൾ ഇൻ ദ ഗിവൺ ഫിഗർ ഹാവ് ഈക്വൽ ഏരിയാസ്. ഈ ഫിഗേഴ്സൊക്കെ ഈക്വൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എക്സ് വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ മൈനസ് 3 എന്ന് എഴുതാം. എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 8 ഇൻറ്റു വൈ മൈനസ് 4 എന്നും എഴുതാം. അത് വെച്ചിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനനുസരിച്ചിട്ട് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ മൈനസ് 3, അതിന് രണ്ട് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേരിയബിളിനുള്ള ഒരു സൈഡിലെടുക്കാം. നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പാർട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 8 ഇൻറ്റു വൈ മൈനസ് 4 എടുക്കും. അവിടെയും നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതിൽ ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്ത് ഫസ്റ്റ് എക്സിൻ്റെ കൂടെ 3 ഉണ്ട്, രണ്ടാമത്തതിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ രണ്ടാമത്തേനെ നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിനെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്തായിട്ട് മാറും,
ഫസ്റ്റും സെക്കൻഡും സെയിം ആയിട്ട് മാറും. അപ്പോൾ അതിന് നമ്മൾ 3 എന്നുള്ള പേര് കൊടുത്താൽ മതി. പിന്നെ 3യും 1ഉം മാത്രം എടുക്കുക. 3യും 1ഉം മാത്രം എടുത്തിട്ട് നമ്മൾ 1 - 3 കാണുക. സാധാരണ നമ്മൾ വലുതെന്ന് ചെറുതാണ് മൈനസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് നമ്പറാണ് വലുത്, നെഗറ്റീവ് 12 ആണ് വലുത്. അപ്പോൾ 1 - 3 മൈനസ് ചെയ്യുക. 1ന് നമുക്ക് ആദ്യം എടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 3x - 4y = -12 ആണ്. പിന്നെ നമുക്ക് 2 കിട്ടിയിരിക്കുന്നത് x - y ആയിരുന്നു. അത് നമ്മൾ 3 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ടാണ് അവിടെ 3 എന്നായിട്ട് മാറിയത്. നമുക്ക് y-ൻ്റെ വാല്യൂ 6 കിട്ടും. y-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 3x - 4y = -12 ആണ്. അവിടെ y-ൻ്റെ വാല്യൂ ഇവിടെ y 24, 6 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 24 ആവും. 24 = -12. 3x = ഈ -12 അങ്ങേ സൈഡ് പോകുമ്പോൾ +12 ആവും. അപ്പോൾ -12 + 12 എന്ന് പറയുമ്പോൾ -12 + 24 എന്ന് പറയുമ്പോൾ 12 ആവും. x = 12/3 = 4 എന്ന് കിട്ടും. x 4, അതായത് ലെങ്ത്ത് 4ഉം ബ്രെഡ്ത്ത് 6ഉം ആണ്. ഇനി ലെങ്ത്ത് 4 കൂടാൻ പറയുന്നുണ്ട്. അപ്പോൾ 4 + 4 8 വരും. അതുപോലെ ബ്രെഡ്ത്ത് 3 കുറയാൻ പറഞ്ഞിട്ടുണ്ട്. 6 - 3 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. അടുത്തത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്കറിയാം. ഇത് 1 1 √2 √3 √4 √5 എന്നാണ് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈപ്പട്ന്യൂസ് ഓഫ് ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് √2 കിട്ടും. പിന്നെ വാട്ട് ആർ ദ സൈഡ്സ് ഓഫ് സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിൾ, അതായത് ഇതിൻ്റെ സൈഡ് ഇവിടെ 1 ഇത് √2, അപ്പോൾ ഇത് √3 ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് 10th റൈറ്റ് ട്രയാങ്കിൾ. 10th റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് ചോദിക്കുന്നത്. അത് നമുക്ക് √10 ആണ് കിട്ടുക. പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുമ്പോൾ L സൈഡ് വരുന്നത് അത് 1ഉം √10ഉം, പെർപെൻഡിക്കുലർ രണ്ടും നമ്മുടെ ഈ L ഷേപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മളെ 10th ട്രയാങ്കിളിൽ എത്തുന്ന സമയത്ത് അവിടെ ഇത് 1 തന്നെ വരും. ഇത് 90 ഡിഗ്രി വരുന്ന ഈ ലൈനാണ്, ഇത് ഹൈപ്പട്ന്യൂസ്. ഈ 90 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ വരകളെയാണ്, അതായത് ഇതിനെയും കൂടിയാണ് എന്ത് പറയുക, പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയാം. അപ്പോൾ 1ഉം √10 ആണ് കിട്ടുക. വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് സ്ക്വയർ ഡ്രോൺ ഓൺ ഹൈപ്പട്ന്യൂസ് ഓഫ് 10th ട്രയാങ്കിൾ. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ അതിൻ്റെ ലാസ്റ്റ് സൈഡ് നമുക്ക് √11 ആണ് കിട്ടുക. √11 ആണ് അതിൻ്റെ 10th ട്രയാങ്കിളിൻ്റെ അവിടെ സൈഡ് വരക്കുന്നത്. ഹൈപ്പട്ന്യൂസ് എടുത്ത് വരക്കുന്ന ട്രയാങ്കിൾ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആ വരക്കുന്ന സമയത്ത് √11 ആണ് വരിക. ആ സൈഡ് √11 ആയിരിക്കും. √11ൻ്റെ ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് √11 × √11 എന്ന് പറയുമ്പോൾ 11 ആണ് കിട്ടുക. ഡ്രോ റെഗുലർ ഹെക്സഗൺ വിത്ത് പെരിമീറ്റർ 20. പെരിമീറ്റർ 20 എന്ന് പറയുന്നത് അതിൻ്റെ ഹിൻ്റ് ഉണ്ട് തന്നിട്ട്, നമ്മൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോസിൽ പോയിട്ട് ഒന്നുകിൽ 9th സ്റ്റാൻഡേർഡിൻ്റെ അതിൻ്റെ ലാസ്റ്റ് പാർട്ടോട്ട് നോക്കിയാൽ മതി. 9th സ്റ്റാൻഡേർഡ് പ്ലേലിസ്റ്റിലെ ലാസ്റ്റ് വീഡിയോസിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ അടുത്തിട്ട വീഡിയോ ആണ്, ഒരു 1 മന്ത് ആ ഒരു ടൈമിനുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അവിടെ റെഗുലർ ഹെക്സഗൺ വരഞ്ഞിരിക്കുന്ന 2 മെത്തേഡ് ഉണ്ട്, അതുപോലെ വരഞ്ഞാൽ മതി. അതൊരു ക്വസ്റ്റ്യൻ നമ്പർ 28. ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. It divide the square into 4 equal right triangles in the figure. A right triangle is removed from a square side √2 cm. ഇവിടെ തന്നിരിക്കുന്നതിൽ വാട്ട് ഈസ് ഹൈപ്പട്ന്യൂസ് ഓഫ് റിമൂവ്ഡ് റൈറ്റ് ട്രയാങ്കിൾ. റിമൂവ്ഡ് റൈറ്റ് ട്രയാങ്കിൾ ഈ പീസ് അതിൻ്റെ എന്തായിരിക്കും, √2 ആയിരിക്കും. വാട്ട് ഈസ് ദ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുമ്പോൾ ഇത് L ഷേപ്പ് ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് √2. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ഓഫ് സൈഡ് √2. അതിൻ്റെ ഈ സൈഡ് √2 ആണ്, ഇത് √2 ആണ്, ഇത് √2 ആണ്, എല്ലാ സൈഡും √2 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഡയഗണൽ എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ആണ്. അപ്പോൾ ഇത് 1 ആയിരിക്കും, കാരണം 1 1 √2 ആയിട്ടാണ് നമ്മുടെ സൈഡ് വരിക. അപ്പോൾ ഈ ലെങ്ത്ത് 1 ആയിരിക്കും, ഈ ലെങ്ത്തും 1 ആയിരിക്കും. 1 + 1 2. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഷേപ്പ് ഇൻ ദ ഫിഗർ. നമ്മൾ എന്ത് ചെയ്യാം, √2 + √2 + √2. ഇവിടെ ഇതും √2 എന്ന് പറയുമ്പോൾ 3 √2 വന്നു. പിന്നെ ഇത് 1 ആണ്, കംപ്ലീറ്റ് ഫിഗർ. ഇത് 1 ഇത് 1 അപ്പോൾ 2. അപ്പോൾ 3 √2 + 2 ആണ് വരിക. ആഡ് ചെയ്യുമ്പോൾ ഈ പുറമേ കാണുന്ന എല്ലാ സൈഡും ആഡ് ചെയ്യണം. √2 + √2 + √2 എന്ന് പറയുമ്പോൾ 3 √2 വരും. പിന്നെ ഇവിടെ ഈ ലെങ്ത്തും കൂടെ ഇത് 1 + 1. അടുത്തത് 4n ² - 1 4n² + 1 ഫോം എ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. 4n = 1 2 3 4 etc. റൈറ്റ് ദ ട്രിപ്പിൾസ് 4n = 1. n ന് 1 കൊടുക്കുമ്പോൾ 4 കിട്ടും. ഇവിടെ 1 കൊടുക്കുമ്പോൾ 4 × 1² 4 തന്നെ വരും. 1² 1 ആകുമ്പോൾ 4 തന്നെ വരും. 4 - 1 3 വരും. അപ്പോൾ ഇത് 4ഉം ഇവിടെ 3ഉം. ഇനി ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് 4 × 1² 4 വരും. 4 + 1 5 വരും. അങ്ങനെ 4 3 5 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് കിട്ടുക. നമ്മുടെ ഈ 3 4 5 എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ചെറിയ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതായത് നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നത് അല്ലേ.
1 2 3 4 കൗണ്ടിങ് നമ്പേഴ്സിൽ വരുന്ന ഫസ്റ്റ് ഏറ്റവും ചെറിയ ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പറാണ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 4 5 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. ഇഫ് ദ ഹൈപ്പട്ന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 17, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സ്മോളസ്റ്റ് സൈഡ്? അതായത് അതിൻ്റെ ഹൈപ്പട്ന്യൂസ് എന്ത് പറഞ്ഞിട്ടുണ്ട്? 17 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്മോളസ്റ്റ് സൈഡ് എന്താണെന്ന് അറിയാം. നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ 17 കിട്ടണമെങ്കിൽ, അതായത് ഹൈപ്പട്ന്യൂസ് 17 കിട്ടണമെങ്കിൽ നമ്മുടെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ എടുക്കുന്ന ആ ഒരു നമ്പേഴ്സ് നമുക്ക് റൂട്ട് 17 കിട്ടാനും നമുക്കറിയാം. 17 കിട്ടാൻ നമുക്ക് ഹൈപ്പട്ന്യൂസിൻ്റെ സൈഡിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 9 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ഈക്വൽ ടു 17 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പൈതഗോറസിന് റൂട്ട് 17 ആണ് വരിക. അതേപോലെ തന്നെയാണ്. അപ്പോൾ ബീൻ്റെ ആൻസർ 4n സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 17 എടുക്കുക. 4n സ്ക്വയർ നമ്മുടെ ഇവിടെയുള്ള ചെയ്യുന്നത് 4n സ്ക്വയർ ഈക്വൽ ടു 17 മൈനസ് 1 16 വരും. n സ്ക്വയർ ഈക്വൽ ടു 4 വരും. n ഈക്വൽ ടു റൂട്ട് 4 2 വരും. സ്മോളസ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 4 × 2 8. കാരണം ഇവിടെ ഇപ്പം നമുക്ക് 4ൻ്റെ സൈഡ് 4 × 2 8. ഇതാണ് അവിടെയുള്ള സ്മോളസ്റ്റ് സൈഡ് വരെ 4 × 2 8. അടുത്ത സി ക്വസ്റ്റ്യൻ ആൻസർ. ഇഫ് ദ മിഡിൽ നമ്പർ in the triplet is 309. Middle number is 4n square minus 1 is 399. What is the largest number? 3n square equal to 399. 4n square equal to ഈ മൈനസ് 1 അപ്പുറം പോകുമ്പോൾ പ്ലസ് വരും, 400 വരും. 4n square 400 വന്ന് n square equal to 400/400 വരും. അങ്ങനെ n എന്ന് പറയുന്നത് 10 കിട്ടും. ഇനി നമുക്ക് അവിടെ വേണ്ടുന്നത് 4n square plus 1 തന്നെയാണ്. അപ്പം നമുക്ക് അവിടെ 4n square 400 ആകുമ്പോൾ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 401 വരും. അങ്ങനെ തന്നെ കിട്ടും. നമുക്ക് n ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ n കണ്ട് വീണ്ടും ഇവിടെ ആയ n സ്ക്വയർ ഇട്ടു, അത് വന്നിട്ട് 400 ആയി. 400 + 1 അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇവിടെ 4n square 400 കിട്ടിയിട്ടുണ്ട്. പിന്നെ 4n square + 1 എന്ന് പറയുമ്പോൾ 401 കിട്ടും. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നോ അതിലധികമോ മെത്തേഡ് ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്പാണ്. എല്ലാതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ടൈപ്പൊന്നും ആയിരിക്കില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെ തന്നെ ചില നമ്പേഴ്സ് മാറിയതും ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാൻ ഒരു ലെവൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആദ്യമായിട്ട് എഴുതുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എക്സാം എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡിൽ നിന്ന് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് 2.5 മണിക്കൂറിനുള്ളിൽ അത്രയും ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കണം. അപ്പോൾ കുറച്ച് സ്ലോ ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്ന സമയം അവിടെ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.